ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷനിലെ തേർഡ് ചാപ്റ്ററായ ഡോക്യുമെൻറ്റ്സ് ഓഫ് കമ്പനി എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് 3 ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്: മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് പ്രോസ്പെക്ടസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ചാപ്റ്ററാണ്. എല്ലാ വർഷവും ഇതിന്നൊരു എസ്സേ 100% ഉറപ്പിക്കാം. ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ ഈച്ച് ആൻഡ് എവരി പാർട്ട് നിങ്ങൾ പഠിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസിനെ കുറിച്ചാണ്. എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ മേ ബി കാൾഡ് the charter of a company. It is the constitution of the company which define the powers and rights of the company in relation to outsiders. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന് ഒരു കമ്പനിയുടെ ചാർട്ടർ എന്ന് വിളിക്കുന്നു. കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻസിന് ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സുമായിട്ട് ഒരു റിലേഷൻസ്, കമ്പനിയുടെ പവേഴ്സും റൈറ്റ്സും ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 56 ഓഫ് ദി കമ്പനീസ് ആക്ട് ഡിഫൈൻ എ മെമ്മോറാണ്ടം ടു മീൻ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ആസ് ഒറിജിനലി ഫ്രെയിംഡ് ഓർ ആൾട്ടേർഡ് ഫ്രം ടൈം ടു ടൈം ഇൻ പ്രസ്യൂണൻസ് ഓഫ് എനി പ്രീവിയസ് കമ്പനീസ് ലോസ് ഓർ ഓഫ് ദിസ് ആക്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ 56 പ്രകാരം ഒരു കമ്പനീസ് ആക്ടിനെ ഇങ്ങനെയാണ് മെമ്മോറാണ്ടത്തിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്: ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് യഥാർത്ഥത്തിൽ മുമ്പത്തെ ഏതെങ്കിലും കമ്പനിയുടെ നിയമത്തിനോ അതനുസരിച്ച് കാലാകാലങ്ങളിൽ രൂപപ്പെടുത്തിയതോ മാറ്റിയതോ ആണ് ഈ പറയുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഫസ്റ്റ് പോയിന്റ്, ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ് വിച്ച് ഡിഫൈൻ ഇറ്റ്സ് സ്ട്രക്ചർ, ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ്സ് ആണ് എന്നാണ് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റ്, സ്ട്രക്ചർ, അതുപോലെ തന്നെ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസ് എന്നിവ നിർവചിക്കുന്ന അഥവാ ഡിഫൈൻ ചെയ്യുന്ന ഒരു അടിസ്ഥാന ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് ഓഫ് ദി കമ്പനി വിത്ത് ദി ഔട്ട്സൈഡേഴ്സ് ബൈ സ്റ്റേറ്റിംഗ് ഇറ്റ്സ് ഒബ്ജക്ട്സ് ആൻഡ് സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ് വ്യക്തമാക്കുന്നതിലൂടെ ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള കമ്പനിയുടെ റിലേഷൻസ് ഇത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ബൈ സ്റ്റേറ്റിംഗ് ദി ഒബ്ജക്റ്റ് ഫോർ വിച്ച് ദെയർ മണി വുഡ് ബി അപ്ലൈഡ് ബൈ ദി കമ്പനി. കമ്പനി അവരുടെ എമൗണ്ട്, അത് പ്രയോഗിക്കേണ്ട ഒബ്ജക്റ്റീവ്സ് പ്രസ്താവിച്ചുകൊണ്ട് ഇത് ഷെയർ ഹോൾഡേഴ്സ്മാരുടെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മെമ്മോറാണ്ടം ഈസ് എ പബ്ലിക് ഡോക്യുമെൻറ്റ് ആൻഡ് എനി തേർഡ് പാർട്ടി ഡീലിംഗ് വിത്ത് ദി കമ്പനി ക്യാൻ വെരിഫൈ ഇറ്റ് ടു അസർട്ടൈൻ ദി ഒബ്ജക്ട്സ്, പവേഴ്സ്, റൈറ്റ്സ് ആൻഡ് ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പനി. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ്. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന് കമ്പനിയുമായിട്ട് ഇടപെടുന്ന ഏതൊരു തേർഡ് പാർട്ടിക്കും കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, പവേഴ്സ്, റൈറ്റ്സ്, അതുപോലെ തന്നെ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസ് എന്നിവ കണ്ടെത്തുന്നതിന് ഇത് പരിശോധിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. സിൻസ് ദി മെമ്മോറാണ്ടം ഈസ് എ ബേസിക് ഡോക്യുമെൻറ്റ് ഓഫ് ദ കമ്പനി, ഇറ്റ് കനോട്ട് ബി ആൾട്ടേർഡ് ഫ്രീക്വൻറ്റ്ലി എക്സെപ്റ്റ് ദി പർപ്പസ് ആൻഡ് ഇൻ ദി മാനർ പ്രൊവൈഡഡ് ബൈ ദി കമ്പനീസ് ആക്ട്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ഡോക്യുമെൻ്റ് ആണ്. ഇത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ചസ് വരുത്താൻ സാധിക്കില്ല. അത്
എന്ത് പർപ്പസ് ആണോ അതിലുള്ളത് ആ പർപ്പസിനനുസരിച്ച് മാത്രമേ ആ ഡോക്യുമെൻറ്റിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കൂ. നെക്സ്റ്റ്, ഫോം ഓഫ് മെമ്മോറാണ്ടം. 5 ഫോമാണ് മെമ്മോറാണ്ടത്തിനുള്ളത്. ഫസ്റ്റ് വൺ, ടേബിൾ എ, മെമ്മോറാണ്ടം ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ. ടേബിൾ ബി, മെമ്മോറാണ്ടം ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് നോട്ട് ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ. ദെൻ ടേബിൾ സി, മെമ്മോറാണ്ടം ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ. Table D, memorandum of an unlimited company and not having a share capital. Then table E, memorandum of an unlimited company and having a share capital. Next, contents of memorandum of association. So most important points. നന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, നെയിം ക്ലോസ്. സെക്കൻഡ് വൺ, സിറ്റുവേഷൻ or registered clause. തേർഡ് വൺ, ഒബ്ജക്റ്റ് ക്ലോസ്. ഫോർത്ത് വൺ, liability clause. ഫിഫ്ത്ത് വൺ, ക്യാപിറ്റൽ ക്ലോസ്. ആൻഡ് സിക്സ്ത് വൺ, അസോസിയേഷൻ ക്ലോസ് ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, നെയിം ക്ലോസ്. നെയിം ക്ലോസ് എന്ന് പറയുകയാണെങ്കിൽ, ദ മെമ്മോറാണ്ടം മസ്റ്റ് സ്റ്റേറ്റ് ദി നെയിം ഓഫ് ഇറ്റ്സ് കമ്പനി വിത്ത് ലിമിറ്റഡ് ആസ് ദ വേർഡ് ഇൻ ദ കേസ് ഓഫ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആൻഡ് വിത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ദ കേസ് ഓഫ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഈ നെയിം ക്ലോസിൻ്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കാര്യത്തിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കാര്യത്തിലും മെമ്മോറാണ്ടം കമ്പനിയുടെ നെയിം അഥവാ പേര് അതെന്താണ്, ലിമിറ്റഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദ കമ്പനി ഈസ് ഫ്രീ ടു ചൂസ് എനി നെയിം ബട്ട് എ കമ്പനി നോട്ട് കമ്പനി ഫസ്റ്റ് മുതൽ ഒന്നും കൂടി പറയാം. ദ കമ്പനി ഈസ് ഫ്രീ ടു ചൂസ് എനി നെയിം ബട്ട് ഇറ്റ് must not be undesirable or must not resemble the name of any other registered company. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പേരും തിരഞ്ഞെടുക്കാൻ ഒരു കമ്പനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് അൺഡിസൈറബിൾ ആവരുത്, അല്ലെങ്കിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത മറ്റേതെങ്കിലും കമ്പനിയുടെ പേരുമായിട്ട് സാമ്യമുള്ളതുമാവരുത്. ദാറ്റ് ഈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, ഗവൺമെൻറ് എക്സെട്ര അതുപോലുള്ളതൊക്കെ. ഇതാണ് നെയിം ക്ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സിറ്റുവേഷൻ ക്ലോസ് ഓർ രജിസ്ട്രേഷൻ ക്ലോസ്. റെഗുലേഷൻ ക്ലോസ് അല്ല, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ആണ്. അതവിടെ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വന്നു പോയതാണ്. ഇറ്റ് ഗീവ്സ് ദി സ്റ്റേറ്റ് ഇൻ വിച്ച് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഈസ് സിറ്റുവേറ്റഡ്. ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോട്ടീസ് ആർ ടു ബി അഡ്രസ്ഡ് ടു ദി രജിസ്റ്റേർഡ് ഓഫീസ്. The location of the registered office decided the domicile of the company. All important documents and statutory registers are to be kept at the registered office of the company. Situation clause or registered office clause എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പനിയുടെ രജിസ്റ്റർ ചെയ്ത ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ ഈ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ പറയുന്നുണ്ട്. എല്ലാ തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻസും നോട്ടീസുകളും രജിസ്റ്റർ ചെയ്ത ഓഫീസിലേക്ക് അത് അഡ്രസ്സ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ രജിസ്റ്റർ ചെയ്ത ഓഫീസിൻ്റെ ലൊക്കേഷൻ അഥവാ പൊസിഷൻ അത് കമ്പനിയുടെ ഏത് രീതിയിലുള്ള ഭാഗത്താണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം. അതുമാത്രമല്ല, എല്ലാ പ്രധാനപ്പെട്ട ഡോക്യുമെൻസുകളും അത് നിയമപരമായ രജിസ്ട്രാറുകളും കമ്പനിയുടെ രജിസ്റ്റർ ചെയ്ത ഓഫീസിൽ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. എല്ലാവിധ പ്രധാനപ്പെട്ട ഡോക്യുമെൻസുകളും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള രജിസ്ട്രാറുകളും അത് രജിസ്റ്റർ ചെയ്ത ഓഫീസിൽ സൂക്ഷിക്കണം. നെക്സ്റ്റ്, ഒബ്ജക്റ്റ് ക്ലോസ്. It must specify the object for which the company is being incorporated. Further, if a company changes its activities which are not reflected in its name, then it can change its name within 6 months of changing its activities. ഒബ്ജക്റ്റ് ക്ലോസ് പറഞ്ഞാൽ കമ്പനി ഇൻകോർപ്പറേറ്റ്
ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്ന ഒബ്ജക്റ്റുകൾക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത എല്ലാവിധ ഒബ്ജക്റ്റുകളും ഈ ഒരു ഡോക്യുമെൻറ്റിൽ വ്യക്തമാക്കണമെന്നാണ് പറയുന്നത്. കൂടാതെ ഒരു കമ്പനി അതിൻ്റെ പേരിൽ റിഫ്ലക്റ്റ് ചെയ്യാത്ത പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഈ ആക്ടിവിറ്റീസ് നെയിമിൽ വരുന്ന മാറ്റങ്ങളിൽ വരുന്ന ആക്ടിവിറ്റീസുകൾ അത് 6 മാസത്തിനുള്ളിൽ അതിൻ്റെ നെയിം മാറ്റാൻ നമുക്ക് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സൊക്കെ പ്രകാരം ഒരു ഒബ്ജക്റ്റ് ക്ലോസ് പ്രകാരം കമ്പനീസിൻ്റെ പേരിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് 6 മന്തിൻ്റെ ഉള്ളിൽ നമുക്കത് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ഈ നെയിം മാറ്റുന്നതിനുള്ള എല്ലാ വ്യവസ്ഥകളും ആര് പാലിക്കണം? ഈ കമ്പനിയുടെ അണ്ടറിൽ പാലിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലയബിലിറ്റി ക്ലോസ്. It should specify the liability of the member of the company, whether limited or unlimited also, for a company limited by share, for a company limited by guarantee. ലയബിലിറ്റി ക്ലോസിൽ മെയിനായിട്ട് പറയുന്നത് ഇപ്പോൾ ഈ ലിമിറ്റഡ് ആയതോ അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയതോ ആയ എല്ലാ കമ്പനീസിൻ്റെയും മെമ്പേഴ്സ്, ആ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റീസാണ് ഈ ഒരു ലയബിലിറ്റീസ് ക്ലോസിൽ വ്യക്തമാക്കുന്നത്. ലയബിലിറ്റി ക്ലോസിൽ എന്താണ് വ്യക്തമാക്കുന്നത്? ആ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റീസും ലിമിറ്റഡ് ആയുള്ള ഷെയർസും അൺലിമിറ്റഡ് ആയുള്ള ഷെയർസും അതിൽ വരുന്ന ലയബിലിറ്റീസും കാര്യങ്ങളുമൊക്കെയാണ് ഈ ഒരു ലയബിലിറ്റി ക്ലോസിൽ വ്യക്തമാക്കുന്നത്. ഫോർ എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ, ഫോർ എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഈ രണ്ടെണ്ണമാണ് മെയിനായിട്ട് ഈ ഒരു ലയബിലിറ്റി ക്ലോസിൽ വ്യക്തമാക്കുന്നത്. നെക്സ്റ്റ്, ക്യാപിറ്റൽ ക്ലോസ്. ദിസ് ഈസ് വാലിഡ് ഓൺലി ഫോർ കമ്പനീസ് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. These companies must specify the amount of authorized capital divided into shares of fixed amount. Further, it must state the name of each member and the number of shares against their names. ക്യാപിറ്റൽ ക്ലോസിൽ പറയുന്നത് ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനികൾക്ക് മാത്രമേ ഈ ക്യാപിറ്റൽ ക്ലോസുകൾ ഉണ്ടാവുകയുള്ളൂ. ഈ കമ്പനികൾക്ക് ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ അളവ് അത് നിശ്ചിത തുകയുടെ ഷെയറുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഓരോ മെമ്പേഴ്സിൻ്റെയും പേരും അവരുടെ പേരുകൾക്ക് എതിരായ ഷെയറുകളുടെ എണ്ണവും ഈ ഒരു ക്യാപിറ്റൽ ക്ലോസിൽ പ്രസ്താവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ക്ലോസാണ് അസോസിയേഷൻ ക്ലോസ് ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ മസ്റ്റ് clearly specify the desire of the subscriber to form a company. This is the last clause. അസോസിയേഷൻ ക്ലോസിൽ പറയുന്നത് ഒരു കമ്പനി ഫോം ചെയ്യാനുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ അസോസിയേഷൻ ക്ലോസ് പ്രകാരം ഇതിൽ വ്യക്തമാക്കണം. ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ ഒരു ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഏതൊക്കെ ക്ലോസാണ് പറഞ്ഞത്? ഒന്ന് നെയിം ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, അതുപോലെ തന്നെ രജിസ്ട്രേഡ് ഓഫീസ് ക്ലോസ് ഓർ സിറ്റുവേഷൻ ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, ലയബിലിറ്റി ക്ലോസ് ആൻഡ് ഫൈനലി അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. നെക്സ്റ്റ് വൺ, ആൾട്രേഷൻ ഓഫ് മെമ്മോറാണ്ടം അഥവാ ആൾട്രേഷൻ ഓഫ് ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം. ഈ കണ്ടൻറ്റ് ഓഫ് മെമ്മോറാണ്ടത്തിൽ ഏതൊക്കെ കണ്ടൻസിന് നമുക്ക് ചേഞ്ചസ് വരുത്താം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചേഞ്ച് ഓഫ് നെയിം, ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്, ചേഞ്ച് ഓഫ് ഒബ്ജക്റ്റ് ക്ലോസ്, ചേഞ്ച് ഓഫ് ലയബിലിറ്റി ക്ലോസ് ആൻഡ് ചേഞ്ച് ഓഫ് ക്യാപിറ്റൽ ക്ലോസ്. ഇതിലൊക്കെ നമുക്ക് എന്താണ് ചേഞ്ചസ് വരുത്താം. ബട്ട് അസോസിയേഷൻ ക്ലോസിൽ മാത്രം നമുക്ക് എന്താണ് ആൾട്രേഷൻ വരുത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ചേഞ്ച് ഓഫ് നെയിം. സ്പെഷ്യൽ റെസൊല്യൂഷൻ, written approval of central government. No approval of central government is necessary if the changes of name involve only the addition or deletion of the word private.
ചേഞ്ച് ബൈ ഓർഡിനറി റെസൊല്യൂഷൻ ആൻഡ് അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് വെൻ നെയിം ഈസ് ഐഡൻറ്റിറ്റിക്കൽ ഓർ ടു ക്ലോസ്ലി റിസംബിൾസ് ദ നെയിം ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. ഇവിടെ നെയിമിൽ ഒരു കമ്പനിയുടെ നെയിമിൽ മാറ്റം വരുത്തണമെങ്കിൽ അവിടെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാവണം. അതുപോലെ തന്നെ റിട്ടേൺ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ റിട്ടേൺ അപ്രൂവലായിട്ട് അല്ലെങ്കിൽ റിട്ടേൺ ഡോക്യുമെൻ്റ് ആയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അനുമതി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് നോ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഈസ് നെസസറി ഇഫ് ദ ചേഞ്ചസ് ഓഫ് നെയിം ഇൻവോൾവ് ഓൺലി ദ അഡീഷൻ ഓർ ഡിലീഷൻ ദ വേർഡ് പ്രൈവറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നെയിമിൽ ചേഞ്ചസ് വരുത്തുന്നതിൽ പ്രൈവറ്റ് എന്ന വാക്കിൻ്റെ അതിൽ അതിൽ വല്ല എന്തെങ്കിലും ആഡ് ചെയ്യലോ അല്ലെങ്കിൽ അത് ആഡ് ചെയ്തതിൽ എന്തെങ്കിലും ഡിലീറ്റ് ആക്കലോ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂവെങ്കിൽ അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ആവശ്യമല്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ പ്രൈവറ്റ് എന്ന വാക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അഡീഷനോ അല്ലെങ്കിൽ ഡിലീഷനോ അത് മാത്രമേ നമുക്ക് ചേഞ്ചസ് വരുത്തുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിൽ മാത്രമേ ചേഞ്ചസ് വരുത്താനുള്ളൂവെങ്കിൽ അതെന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ വരുന്ന കാര്യമല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അവിടെ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ ആക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ചേഞ്ച് ബൈ ഓർഡിനറി റെസൊല്യൂഷൻ ആൻഡ് അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് വെൻ നെയിം ഈസ് ഐഡൻറ്റിറ്റിക്കൽ ഓർ ടു ക്ലോസ്ലി റിസംബിൾസ് ദി നെയിം ഓഫ് എനി എക്സിസ്റ്റിംഗ് കമ്പനി. ഇപ്പോൾ ഇതിൽ പറയുന്നത് ഇപ്പോൾ നെയിമുമായിട്ട് റിലേറ്റഡ് ആയതോ അതുപോലെ തന്നെ നിലവിലുള്ള കമ്പനിയുടെ നെയിമിനോട് സാമ്യമുള്ളതോ ആയപ്പോൾ ഓർഡിനറി ആയിട്ടുള്ള ഷെയർസിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും അനുസരിച്ച് നമുക്ക് എന്താണ് അതിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ക്ലോസ് ഫ്രം വൺ പ്രിമൈസസ് ടു അനദർ പ്രിമൈസസ് ഇൻ ദി സെയിം സിറ്റി, ടൗൺ ഓർ വില്ലേജ് ബൈ പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഈ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് അതിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അവിടെ എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ഫ്രം വൺ ടൗൺ ഓർ സിറ്റി ഓർ വില്ലേജ് ടു അനദർ ടൗൺ ഓർ സിറ്റി ഓർ വില്ലേജ് ഇൻ ദ സെയിം സ്റ്റേറ്റ്. ഫസ്റ്റിൽ പറയുന്നത് ഒരു സ്ഥലത്തു നിന്ന് അനദർ സ്ഥലത്തേക്ക് അതിൻ്റെ പ്രിമൈസസുകൾ ഏതെങ്കിലും ഒരു സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ടൗണിലേക്കോ അല്ലെങ്കിൽ ടൗണിൽ നിന്ന് വില്ലേജിലേക്കോ നമുക്ക് മാറ്റണമെങ്കിൽ അവിടെ എന്താണ് ബൈ പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻസിന് അനുമതിയുണ്ട്. ബട്ട് ഫ്രം വൺ ടൗൺ ഓർ സിറ്റി ഓർ വില്ലേജസ് ടു അനദർ ടൗൺ ഓർ സിറ്റി ഓർ വില്ലേജസ് ഇൻ ദ സെയിം സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സ്റ്റേറ്റിൽ തന്നെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ടൗണിൽ നിന്നുള്ള കാര്യങ്ങൾ അനദർ ടൗണിലേക്ക് കൺവേർട്ട് ചെയ്യൽ ആ കമ്പനി അനദർ ഇതിലേക്ക് നമുക്ക് രജിസ്റ്റേർഡ് ചെയ്യാനുള്ള ആ ഒരു ഇതിൻ്റെ കാര്യങ്ങളാണ്. അവിടെയും എന്താണ് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. രണ്ടാമത്തെ കൺഫർമേഷൻ ഓഫ് റീജിയണൽ ഡയറക്ടേഴ്സ് ജൂറിസ്ഡിക്ഷൻ ഓഫ് രജിസ്ട്രാർ ഓഫ് കമ്പനി ഇസ് ചേഞ്ച്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ ഡയറക്ടേഴ്സ് ജൂറിസ്ഡിക്ഷൻസ് അഥവാ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ ലെറ്റർ വേണം. അതുമാത്രമല്ല അതിൽ ചേഞ്ചസ് വരുത്തണം. പിന്നെ ഈ പറയുന്നത് കോപ്പി ഓഫ് 1 and 2 ടു ബി ഫയൽഡ് വിത്ത് ROC. ഈ പറയുന്ന സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണെങ്കിലും അതുപോലെ തന്നെ കൺഫർമേഷൻസ് റീജിയണൽ ഡയറക്ടേഴ്സിൻ്റെ കൺഫർമേഷൻസ് ആണെങ്കിലും ഈ രണ്ട് സാധനങ്ങളും നമ്മൾ രജിസ്ട്രാർഡ് ഓഫ് കോർപ്പറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രാർഡ് ഓഫ് കമ്പനിയിലേക്ക് നമ്മൾ എന്താണ് സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോട്ടീസ് ഓഫ് ന്യൂ ലൊക്കേഷൻ ടു രജിസ്ട്രാർഡ് ഓഫ് കമ്പനി വിത്ത് 30 days വെൻ. ഇവിടെ പുതുതായിട്ട് വല്ല നോട്ടീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നോട്ടീസ് വിത്തിൻ 30 days കൊണ്ട് നമ്മൾ എന്താണ് ROCക്ക് ഫയൽ ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്. ഇനി ഒരു സ്റ്റേറ്റിൽ നിന്ന് അനദർ സ്റ്റേറ്റിലേക്കാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ചസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അവിടെ കൺഫർമേഷനോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കൺഫർമേഷൻ കിട്ടണം ഫോർ സർട്ടൈൻ പർപ്പസ് ഓൺലി. എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ആ ഒരു കൺഫർമേഷൻ കിട്ടുകയുള്ളൂ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാനും പറ്റുന്നുള്ളൂ. ആസ് ഗിവൺ ഇൻ സെക്ഷൻ
17 പ്രകാരമാണ് ഇത് പറയുന്നത്. മറ്റേ നമ്മൾ പറഞ്ഞത് ഒരു ടൗണ് അല്ലെങ്കിൽ സിറ്റി അല്ലെങ്കിൽ വില്ലേജ്, ആ ഒരു വില്ലേജിൽ നിന്ന് അനദർ വില്ലേജിലേക്ക് ഓഫീസ്, രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ പറയുന്നത് എന്താണ്, ഒരു സ്റ്റേറ്റിൽ നിന്ന് അനദർ സ്റ്റേറ്റിലേക്കാണ് ഇത് പറയുന്നത്. നെക്സ്റ്റ്, ചേഞ്ച് ഓഫ് ഒബ്ജക്റ്റ് ക്ലോസ്. ചേഞ്ച് ഓഫ് ഒബ്ജക്റ്റ് ക്ലോസിൽ, ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്ലോസിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അവിടെ എന്താണ്, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ആൾട്രേഷൻ ഈസ് സൗത്ത് ഓൺ എനി ഓഫ് ദീസ് ഗ്രൗണ്ട് ടു ക്യാരി ഓൺ ഇറ്റ്സ് ബിസിനസ് മോർ എക്കണോമിക്കലി ആൻഡ് മോർ എഫിഷ്യൻ്റ്ലി. ഇതിൽ ഏതൊക്കെ തരത്തിലാണ് ഒരു ഒബ്ജക്റ്റ് ക്ലോസ് ചേഞ്ചസ് വരുത്തേണ്ടത്? ആ കമ്പനീൻ്റെ അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ കൂടുതലായിട്ടുള്ള എക്കണോമിക്കലി ആയിട്ടും അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടും തുടരാൻ വേണ്ടിയിട്ട് അതിൽ വല്ല ചേഞ്ചസും വരുത്തുക. രണ്ടാമത്, ടു അറ്റൈൻ ഇറ്റ്സ് മെയിൻ പർപ്പസ് ബൈ ന്യൂ ഓർ ഇംപ്രൂവ്ഡ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതുതായിട്ട് അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട മാർഗങ്ങളിലൂടെ അതിൻ്റെ എല്ലാ പ്രധാന ഒബ്ജക്റ്റീവ്സും നേടുന്നതിന് വേണ്ടിയിട്ട് അതിൽ വല്ല ചേഞ്ചസും വരുത്തുക. നെക്സ്റ്റ്, ടു enlarge or changes the local area of its operations എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്കൽ ഏരിയസിലുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ വലുതാക്കാനോ അതുപോലെ തന്നെ ചേഞ്ചസ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുക. ദെൻ, to carry on some business which under existing circumstance may conveniently or advantageously be combined with the ബിസിനസ് ഓഫ് ദി കമ്പനി. ഈ നിലവിലുള്ള സാഹചര്യങ്ങളിൽ കമ്പനിയുടെ ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും കാര്യപ്രദമായിട്ടോ അല്ലെങ്കിൽ പ്രയോജനകരമായിട്ടോ കൂടിച്ചേർക്കാവുന്ന ചില ബിസിനസ് കൂടി തുടരാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ടു റെസ്ട്രിക്റ്റ് ഓർ അബൻഡൻ എനി ഓഫ് ദി ഒബ്ജക്റ്റ് സ്പെസിഫൈഡ് ഇൻ ദി മെമ്മോറാണ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വ്യക്തമാക്കിയ എന്തെങ്കിലും തരത്തിലുള്ള ഒബ്ജക്റ്റുകളെ അത് കൺട്രോൾ ചെയ്യുന്നതിന് അതുപോലെ തന്നെ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നതിന് നമ്മൾ ഈ ഒബ്ജക്റ്റ് ക്ലോസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു സെൽഫ് ഓർ ഡിസ്പോസ് ഓഫ് ദി വോൾ ഓർ എനി പാർട്ട് ഓഫ് ദി അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള എന്ന് വെച്ചാൽ സെൽഫായിട്ടോ അല്ലെങ്കിൽ ഡിസ്പോസ് ഓഫ് ദ വോൾ ഓർ എനി പാർട്ട് ഓഫ് ദ അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മുഴുവൻ ഭാഗമോ അല്ലെങ്കിൽ പാർട്ടായിട്ട് ഭാഗികമായിട്ടോ അതെന്താണ് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റീവ്സ് നീക്കം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈവൻ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് ക്ലോസിൽ ആ ഒബ്ജക്റ്റീവിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതൊന്നില്ലെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഭാഗികമായിട്ട് എന്താണ് അത് നീക്കം ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ടു അമാൽഗമേറ്റ് വിത്ത് എനി അതർ കമ്പനീസ്. ടു അമാൽഗമേറ്റ് വിത്ത് എനി അതർ കമ്പനീസ് എന്ന് പറയാൻ മറ്റേതെങ്കിലും കമ്പനിയുമായിട്ട് ഇത് ഇൻകോപ്പറേറ്റ് ചെയ്യുക, അമാൽഗമേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, സീൻ്റെ കേസിൽ പറയുന്നത് കോപ്പി എ ഈസ് ഫൈൽഡ് വിത്ത് ROC വിത്തിൻ 30 days. ഇതിൽ പറയുന്ന എയിൽ വരുന്ന കണ്ടീഷൻസ്, എ പറയുന്നത് സ്പെഷ്യൽ റെസൊല്യൂഷൻസ്, ആ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കോപ്പി വിത്തിൻ 30 days കൊണ്ട് ROCക്ക് ഫയൽ ചെയ്യാം. നെക്സ്റ്റ്, ചേഞ്ചസ് ഓഫ് ലയബിലിറ്റി ക്ലോസ്. The liability of a member of a company cannot be increased unless the member agrees in writing. ലയബിലിറ്റി ക്ലോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻ്റ് മൂലം മെമ്പേഴ്സ് സമ്മതിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റിൽ മെമ്പേഴ്സ് സമ്മതിച്ചില്ലെങ്കിൽ കമ്പനിയിലെ ഒരു മെമ്പറിൻ്റെ ലയബിലിറ്റി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. നെക്സ്റ്റ്, ഫ്രം അൺലിമിറ്റഡ് ലയബിലിറ്റി ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ലിമിറ്റഡ് ബൈ ദ രജിസ്ട്രേഷൻ ഓഫ് ദ കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലയബിലിറ്റി, ആ അൺലിമിറ്റഡ് ലയബിലിറ്റിയിൽ നിന്ന് കമ്പനിയുടെ രജിസ്ട്രേഷൻ വഴി കമ്പനിയുടെ വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള രജിസ്ട്രേഷൻസ് ഉണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ വഴി നമുക്കിത് ലിമിറ്റഡ് ലയബിലിറ്റി ആക്കാം അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു കമ്പനി ആക്കാം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, ചേഞ്ച് ഓഫ് ക്യാപിറ്റൽ ക്ലോസ്. ചേഞ്ച് ഓഫ് ക്യാപിറ്റൽ ക്ലോസിൽ 4 പോയിൻ്റാണ് പറയുന്നത്. ഇൻക്രീസ് ഓഫ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, അവിടുത്തെ ചേഞ്ചസ് പറയുകയാണെങ്കിൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക. രണ്ടാമത്, കൺസോളിഡേഷൻ ആൻഡ് സബ് ഡിവിഷൻ ഓഫ് ഷെയർസ് കൺസോളിഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർസ് സബ് ഡിവൈഡ് ചെയ്യുക, വിഭജിക്കുക. നെക്സ്റ്റ്, കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക് ആൻഡ് വൈസ് വേഴ്സ, സ്റ്റോക്കിൽ നിന്ന് ഷെയർസിലേക്കും ഷെയർസ് നിന്ന് സ്റ്റോക്കിലേക്കും കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ
ഡിമ്യൂട്ടേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിമിനിഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുക, കുറച്ച് കൊണ്ടുവരിക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്യാപിറ്റൽ ക്ലോസിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത് ഒന്ന് 2017 ചോദിച്ചതാണ്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ക്ലോസ് ഇൻ ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ക്ലോസ് ഇൻ ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, അവിടെ ഇതിൽ എസ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ എസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് ക്ലോസസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയേണ്ടത് എന്താണ് മെമ്മോറാണ്ടം, അതിൻ്റെ മീനിങ് എഴുതുക. ദെൻ അതിൻ്റെ ജസ്റ്റ് ആ 5 ഇമ്പോർട്ടൻസ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ഫോം ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആ ടേബിളിൽ 5 ഫോംസും ജസ്റ്റ് നോട്ട് ചെയ്യുക. ദെൻ പിന്നെ എഴുതുക ദർ ആർ ദ കണ്ടൻസ് ഓഫ് അല്ലെങ്കിൽ ദർ ആർ ദ ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ദിസ് ആർ ദ 6 ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോ ക്ലോസും എക്സ്പ്ലെയിൻ ചെയ്യുക. അത് നിങ്ങൾ സ്ട്രക്ചർ രൂപത്തിൽ വരച്ചിട്ട് ഒരു നിങ്ങളുടെ ഒരു ഐഡിയ പോലെ എന്തെങ്കിലും സ്ട്രക്ചർ രൂപത്തിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തമ്മിലുള്ള ഡിഫറൻസ്, അതൊക്കെ ഇനി നമ്മൾ വരും ചാപ്റ്റേഴ്സിൽ, ഈ ഒരു ചാപ്റ്റേഴ്സിൽ ലാസ്റ്റ് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വരുന്ന കണ്ടൻസും അതിൻ്റെ ചേഞ്ചസും, അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നെടുത്ത ടോപ്പിക് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ കണ്ടൻറ്റ് അഥവാ ക്ലോസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. ആ ക്ലോസിൽ വരുന്ന ആൾട്രേഷൻസ്, എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറയുന്ന കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.